അങ്ങ് കുടിക്കാൻ വേണ്ടേ? 2 ഗ്ലാസ് ബൂസ്റ്റ് ഇട്ട പാല്. ആർക്ക് രണ്ടാമത്തെ ഗ്ലാസ് ആർക്കാ? തനിക്ക് കണ്ണു കാണത്തില്ലോടോ? കണ്ണു കുടിക്കാനാ? എന്താ എന്റെ മോൾക്ക്? നിങ്ങളെ മോക്ക് കുടിക്കാനാ? അത് നമ്മൾ എത്തിച്ചോളാം. നിങ്ങൾ മേക്കപ്പ് റൂമിൽ ഇരുന്നോളി. അത് കൂടി ഗ്ലാസ് നന്നായി ചേർന്ന് കേട്ടോ. നടന്നു വെച്ചോട്ടെ നിങ്ങളെ. എന്താ ഒരു 3 ഗ്ലാസ് ബൂസ്റ്റ് പാല് എടുത്ത് കേട്ടില്ല? 3 ഗ്ലാസ് ബൂസ്റ്റ് പാല്. 3 ഗ്ലാസ് ആർക്ക്? അസിസ്റ്റന്റ് വേണോ? അസിസ്റ്റന്റിനല്ല, 3ാമത്തെ ഗ്ലാസ് എനിക്ക് ബൂസ്റ്റ് പാലല്ലേ. ഇപ്പൊ ഉടനെ കൊണ്ടുവരാം. എന്തേ ഞാൻ കൺട്രോളല്ലേ? ആരായാലും എന്ത്? പിന്നെന്താ പോയി കൊണ്ടുവരും. നാരങ്ങളും വേണേ തരാം. ബൂസ്റ്റ് തരാം. ബൂസ്റ്റ് ഇട്ട് നാരങ്ങളോട്. ഇനിയാണ് പ്രശ്നം. 25 ഗുണ്ടകളെ ചാടി വീഴുകയാണ്. എങ്ങനെ ചാടി വീഴാതിരിക്കും? കണ്ണിൽ കാണുന്ന അണ്ണാച്ചി പറയുന്ന മുഴുവൻ കാശ് പലിശയ്ക്ക് എടുക്കും. എന്നിട്ട് 25 50 ചാടി വീഴും. എടാ, നമ്മുടെ ജീവിതത്തിലെ കാര്യമല്ല, സിനിമയിൽ നായകന്റെ മുമ്പിലേക്ക് 25 ഗുണ്ടകൾ ചാടി വീഴുന്നു. അവിടെ നിന്നാണ് പടത്തിന് ട്വിസ്റ്റ്. ആ അത് ശരി, നമ്മക്ക് ഫോട്ടോ അയച്ചാളാണ് ഇത്. അത് ശരി, എനിക്ക് അവസരമല്ലേ? അനക്ക് അവസരം നമ്മൾ തരാം. ഓ, ഈ സിനിമയിൽ എനിക്ക് അവസരം ഉണ്ട്. ഇങ്ങോട്ട് പോരിട്ടോ, ലൊക്കേഷനിലേ വാ. ആയിക്കോട്ടെ. ഇയാളെ തീരുമാനിച്ച അവസരം കൊടുക്കുന്നില്ല. ഇവിടെ ഞാനാണ് സിനിമയുടെ ഡയറക്ടർ. ഞാൻ തീരുമാനിക്കും ആർക്കൊക്കെ അവസരം കൊടുക്കണം വേണ്ടെന്നൊക്കെ. മനസ്സിലായോ? ഇയാൾ കൺട്രോളറാണ്. ഇയാൾ അതിന്റെ പണി നോക്കിയാൽ മതി. ഓ, കൺട്രോളർക്ക് ഒരാൾക്ക് അവസരമൊക്കെ കൊടുക്കട്ടോ. ഷൂട്ട് ചെയ്യാൻ നോക്ക് കാര്യങ്ങൾ. ഒരു ഉത്തരവാദിത്വമില്ല. വേണ്ട, 25 ഗുണ്ടകൾ വേണം. നോക്ക്. 25 ഗുണ്ടകളോ? ഗുണ്ടകൾ അത്ര വലിയ കോമഡി ഒന്നുമില്ല. ഇത്ര കിണിക്കാനായിട്ട് കോമഡി. എന്റെ ലോകത്തോൽവി ഡയറക്ടറെ. അതെ, ഏതെങ്കിലും ഒന്ന് വിളിച്ചാ പോരെ? എടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത് 8 നില പൊട്ടിയ സിനിമന്റെ സ്ക്രിപ്റ്റാ. അതെന്നെ അഞ്ഞൂർത്ത് ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ അതെന്നെ നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, ഷേർലി. അയ്യോ, എന്തൊരു ഉത്തരവാദിത്വം. അത് കേട്ടപ്പോഴേ കുളിര് കോരിയല്ല. അതെ, നിങ്ങൾ ഓളെ പേര് പറഞ്ഞ കച്ചണ്ടാക്കുന്നത്. ഓൾ ഇനി വരൂല. ഓൾ ഇൻഡിപെൻഡന്റ് ഡയറക്ട് ചെയ്യാൻ പോവുക. ഓക്ക് നല്ല കിട്ടില്ല, ഒരു പ്രൊഡ്യൂസർ കിട്ടില്ലേ? വിളിച്ചായിരുന്നു നമ്മളെ ഒരു പ്രാവശ്യം വിളിച്ചില്ലേ? കള്ളം പറയല്ലേ? 4 പ്രാവശ്യം വിളിച്ചു, എടുത്തില്ല. സാറ് വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. അപ്പൊ അവളും തേച്ചിട്ട് പോയി. ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കുക. ഷൂട്ട് ചെയ്യാനാ? ഈ പഴയ സ്ക്രിപ്റ്റ് വെച്ചാണോ ഞാൻ ഷൂട്ട് ചെയ്യണത്? പുതിയ സ്ക്രിപ്റ്റ് കാതറിന് എവിടെ? കാതരം വന്നില്ലേ? അതെന്നോടാണോ ചോദിക്കുന്നത്? കാതരാ, കാതരാ, കാതരോ, കാതരാ, കാതരോ, നീ വല്ല മരത്തുമല കയറിക്കണ്ടേ? കാതരാ, അത് ശരി. ജീവനെ നമ്മളെ പറ്റിക്കാനുള്ള കണക്ക് എഴുതി കൊടുക്കുക അല്ലേ? ഒരുമാതിരി കണക്കിനെ പറ്റി വല്ല പറഞ്ഞാ? അതാ പറഞ്ഞ എനിക്കൊരു കണക്ക് അറിയില്ല. നമ്മളെ കാതറിനെ കണ്ടോ? ഒരു സമാധാനത്തിൽ ഒരു സാധനം എഴുതാൻ സമ്മതിക്കത്തുമില്ല. അവിടെ അങ്ങനെ കാണും. എങ്ങനെ? ദോ നോക്കത്താതെ കൊടുത്ത് കണ്ണിട്ട് ദോ ഇരിക്കുന്നു, കാണുന്നുണ്ടോ? ഓൻ അവിടെ അല്ലേ? തെറ്റില്ല. അത് ശരി. കാതരാ, കാതരാ, ചെവിക്കല്ല് പൊട്ടിയല്ലടാ. എന്താ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് കുന്തമാരി കുത്തിരുന്നോ? എടോ, തിരക്കനാ പറഞ്ഞോ? തിരക്കനാ? എന്റെ പൊന്നു മൊയ്തീനെ, ഈ തിരക്കഥ എന്ന് പറയുന്ന സാധനം ഈ മജീഷ മുതുകാടിനെ പോലെ നീട്ടുമ്പം കൈ കിട്ടുന്ന സാധനമല്ല. ഇത് എവിടെയെങ്കിലും ഒക്കെ പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഭാവന വരും. ഭാവന വരും. നീ അതിനും കൊണ്ടുവരേ നമ്മള്? അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എലി എന്ന് പറഞ്ഞാൽ പുലിന്ന് കേൾക്കും, എന്നിട്ട് തൊലിന്ന് എഴുതി വെക്കും. അതാണ് നിന്റെ സ്വഭാവം. നീ പിന്നെ എങ്ങനെയോ ഇവിടുത്തെ കൺട്രോളറായി. അത് ഞങ്ങളുടെ വിധി. എലിയായാലും തൊലിയായാലും പുലിയായാലും വേണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 8 നിലയിൽ പൊട്ടിയൊരു പറല്ലേ, അതെടുത്ത് മൂപ്പര് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 8 നില പൊട്ടി 3 പടമല്ല, അതിലേത് പടം? ചേട്ടോ, നീ എന്റെ മാത്രം എന്റെ സിനിമയില്ലേ? വ്യക്തമായിട്ട് അതെടുത്ത് മൂപ്പര് ഡിക്രൂസ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. വേണമെങ്കിൽ വന്നോ? ഇനി വീണ്ടും അത് പൊട്ടിക്കാനുള്ള പ്ലാൻ പറയാന് വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. എന്താ 8 പ്രാവശ്യം പൊട്ടി എന്റെ സിനിമ എടുത്ത് വീണ്ടും നിങ്ങൾ സിനിമയാക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ ആര് പറഞ്ഞു? എന്റെ കാത്ര നീ പറഞ്ഞപ്പോ നിന്റെ നെഞ്ചത്തെ സ്ക്രിപ്റ്റ് കണ്ടപ്പോ ഞാൻ പുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കുന്നത്. ഇനി ഇതുപോലൊരു സ്ക്രിപ്റ്റ് എഴുതരുതെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി വെച്ചത്. അപ്പൊ ഉറങ്ങിപ്പോയി. ഉടനെ കണ്ണ് തെറ്റിയാണ് സിനിമയാക്കുന്നു. അതെ, ഇന്ന് ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേറ്റ് ആണ്. അറിയാലോ. സ്ക്രിപ്റ്റ് റെഡിയായ? സ്ക്രിപ്റ്റ് റെഡി. ഇതൊക്കെ ചന്ത തൂക്കി വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണോ? സ്ക്രിപ്റ്റ് എഴുതാൻ സമയം നല്ലൊരു ഇനി ഇങ്ങനെ അർത്ഥം പറ്റരുത്. നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ സമയമൊക്കെ എടുക്കും. അപ്പൊ കാര്യം
മൊയ്തീനെ പാക്കെ പറഞ്ഞേക്കും സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് പാക്കെ പോറാ ബാക്കപ്പൊന്നും പറയണ്ട സോങ് എടുക്കാമല്ലോ സോങ് റെക്കോർഡ് കൊണ്ട് വന്നില്ല പിന്നെ എങ്ങനെയാ സോങ് ഷൂട്ട് ചെയ്യുന്നത് ഡയറക്ടർ എന്ന് പറയാൻ എനിക്ക് എന്റെ പൊന്നു ഡിക്രൂസേ ഈ വലിയ വലിയ ഡയറക്ടർമാരൊക്കെ പഴയകാല സിനിമകളൊക്കെ ചെയ്യുമ്പോ അവരെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണോ ഈ പാട്ടിങ്ങൊക്കെ ചെയ്യുന്നത്? ആദ്യം അവര് കുറെ നായകനെ ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. എന്നിട്ട് പാട്ടിന്റെ സമയത്ത് ഓരോ സ്ഥലത്ത് എടുത്ത് വെച്ച് പേസ് ചെയ്തങ്ങ് പോവും. അങ്ങനെയൊക്കെയാ. അതെങ്ങനെ ആരോട് പറയാൻ? ഇതിനൊക്കെ ക്രിയേറ്റിവിറ്റി വേണം, ക്രിയേറ്റിവിറ്റി. അല്ല, അതില്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാ വരുന്നത് ക്രിയേറ്റിവിറ്റിയോ? അല്ല വേറെ അപ്പൊ നമുക്ക് സോങ് ഷൂട്ട് ചെയ്യണ്ടേ? അല്ല ഈ സോങ് ഷൂട്ട് ചെയ്തതിന് സ്ക്രിപ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. അല്ല എന്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റിവിറ്റി അതെ എനിക്കും ഈ കുട്ടിക്ക് ഇവിടെ സോങ്സിന്റെ കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. ഡിസ്കഷൻ വെരി കുട്ടി നമുക്ക് സോങ് സോറി തുടങ്ങി. ഇനിയിപ്പോ സിനിമ നടന്നാലെന്താ, ഷൂട്ടിംഗ് തുടങ്ങിയാലെന്താ, ഡിസ്കഷൻ. അല്ല ഇനി അവന്റെ ശല്യം തീർന്നു.